യമഹ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 155 സെഗ്മെൻറ്റിൽ ഇൻ്റർനാഷണൽ ഉള്ള സെയിം മോഡൽ തന്നെ മാക്സിമം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം നിങ്ങളിപ്പോൾ R15 V3 കൊണ്ടുവന്നു, MT കൊണ്ടുവന്നു, രണ്ട് വണ്ടി സക്സസ്ഫുൾ ആയൊരു വണ്ടിയാണ്. എന്നാൽ FZ25 എന്ന് പറഞ്ഞൊരു വണ്ടി. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ 2-3 വീഡിയോ ഓൾറെഡി ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യമഹേൻ്റെ ഭാഗത്ത് നിന്ന് XSR എന്ന സീരീസിൽ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇതിൽ ഏതൊക്കെയെന്നുള്ളത് കറക്റ്റ് കൺഫേം ആയിട്ടില്ല, എന്നാലും നമുക്ക് കിട്ടിയ കുറച്ച് ഓട്ടോ ന്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ നല്ല വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്നിലേക്കും. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഗൈസ്, വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ മോട്ടോപ്രിക്സിൻ്റെ പേരിൽ തന്നെ റൈഡേഴ്സ് ക്ലബ്ബ് ഉണ്ട്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു റൈഡേഴ്സ് ക്ലബ്ബിൻ്റെ ഒരു ഫസ്റ്റ് മെമ്പേഴ്സ് എല്ലാവരും പാടെ കൂടിയുള്ളൊരു ഫസ്റ്റ് റൈഡ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഒരു മാർച്ച് 10-11 ഒരു വയനാട് വെച്ചിട്ടാണ്. ഒരു അടിപൊളി റിസോർട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റ് പരിപാടിയാണ്. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കൂടാതെ നമ്മളെ മോട്ടോപ്രിക്സ് റൈഡേഴ്സ് ക്ലബ്ബിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താങ്കളൊക്കെ തന്നെ താഴെയുണ്ട്. കൂടെ നമ്മൾ ചെയ്ത റൈഡ് കാര്യങ്ങൾ മീറ്റപ്പിൻ്റെ വീഡിയോസും എല്ലാം തന്നെ താഴെയുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കയറി കാണാവുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പിലേക്ക് വരാവുന്നതാണ്. നിലവിൽ നമ്മളെ യമഹേൻ്റെ ഒരു മോഡലിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്ന രീതിയിൽ പല പിക്കും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് XSR 25 ആണ്, ചില ആളുകൾ XSR 155 ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. XR 150 ആണെന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് XSR സെഗ്മെൻറ്റിൽ വെച്ച വണ്ടികൾ. കാരണം നമ്മളെ ഇൻ്റർനാഷണൽ സെഗ്മെൻറ്റിൽ ഒരുപാട് സക്സസ്ഫുൾ ആയ വണ്ടികളാണ്. പക്ഷേ ഇത്ര കാര്യമായിട്ട് നമ്മളെ ഇന്ത്യയിലേക്ക് ഈ ഒരു മോഡൽ എത്തിയിട്ടില്ല. ഇതിൻ്റെ ഒരു ബേസ് മോഡലായ 155 എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് പോലും എത്തിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഒരു തിരശ്ശീലയായിട്ട് നമ്മളെ മോഡലൊക്കെ വരാൻ പോവാണ് നമ്മളെ ഇന്ത്യയിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് 150 സെഗ്മെൻറ്റിലും കൂടാതെ 250 സെഗ്മെൻറ്റിലാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. 250ൻ്റെ ഒരു ഇതാണ് കാര്യമായിട്ട് എല്ലാവരും കാണിക്കുന്നത്. പക്ഷേ ഒരു 150 ആയിട്ടും ഇത് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിൽ കുറേ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, കുറേ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇൻ്റർനാഷണൽ സെഗ്മെൻറ്റിൽ നമ്മളെ XSR എന്ന മോഡലുകളൊക്കെ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടികളാണ്. ഇപ്പോൾ XSR 155 പോലാണെങ്കിൽ നമ്മളെ MTയിലും R15 V3 വരുന്ന സെയിം എഞ്ചിന് കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടാണ് വരുന്നത്. എന്നാൽ ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോ ന്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ജസ്റ്റ് അതിൽ 150-ലാണെന്നുണ്ടെങ്കിൽ FZ 150 എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ വരുന്ന ആ ഒരു സെയിം എഞ്ചിൻ എയർ കൂൾഡ് എഞ്ചിനും 250 വരുമ്പോൾ FZ 250 വരുന്ന ആ ഒരു ഓയിൽ കൂൾഡ് എഞ്ചിനുമാണ് വരുന്നതെന്നാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ എഞ്ചിൻ്റെ പവറൊക്കെ തന്നെ നമ്മളെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. എന്നാൽ ലുക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം അത്യാവശ്യം നല്ലൊരു ലുക്കിൽ തന്നെ കൊണ്ടുവരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വണ്ടീൻ്റെ നമുക്ക് ലുക്കിൽ നമുക്കിപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന മോഡൽ കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ എനിക്ക് കാക്കയുടെ ഒരു പ്രോട്ടോടൈപ്പായിട്ടാണ് കണ്ടില്ല. നമുക്ക് പല ഭാഗത്തും മനസ്സിലാവില്ല. എന്നാൽ പല ഭാഗത്തും പുതിയ കുറേ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മളെ ഹെഫ്സെറ്റിൻ്റെ ഒക്കെ ആ ടിപ്പിക്കൽ ആയിട്ടുള്ള ടാങ്കിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചില ഭാഗത്തൊക്കെ തോന്നുന്നുണ്ട് ഈ ഒരു മോഡലിൽ. എന്തായാലും ഒരു പക്ക റെട്രോ ഫീൽഡല്ല നമുക്കിപ്പോൾ നിലവിൽ കാണുന്ന മോഡൽ. എന്തായാലും നമുക്ക് വരുമ്പോൾ നല്ല ഒരു റെട്രോ ഫീൽഡ് തന്നെ നമുക്ക് ഇന്ത്യയിൽ ഈ യമഹേൻ്റെ മോഡൽ കാര്യങ്ങൾ തന്നെ വരും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ തന്നെ ഇതിൻ്റെ നമുക്ക് പക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അത് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ FZ25ഉം FZ 15 എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലാണ് വരാൻ പോകുന്നത്. ഒരു എയർ കൂൾഡ് എഞ്ചിനായിരിക്കും. 250-ലാകുമ്പോൾ ഒരു എയർ പ്ലസ് ഓയിൽ കൂൾഡ് എഞ്ചിനായിരിക്കും. ഏകദേശം നമ്മളെ FZ-ൻ്റെയും കൂടാതെ 25-ൻ്റെയൊക്കെ ഏകദേശം ആ ഒരു പവർ കാര്യങ്ങൾ തന്നെ ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ ഒരു വണ്ടി 250 സെഗ്മെൻറ്റിൽ ഡോമിനർ 250 ആയിട്ടും നമ്മുടെ അതുപോലുള്ള പിന്നെ 250 സെഗ്മെൻറ്റ് ഡ്യൂക്ക്, ജിക്സർ 250 അതുപോലുള്ള വണ്ടികളോടൊക്കെ ആയിരിക്കും കോമ്പറ്റീഷൻ വരിക. എന്നാൽ ഒരു 300 സെഗ്മെൻറ്റിലോട്ടുള്ള നമ്മൾ 350 സെഗ്മെൻറ്റിലോട്ടൊക്കെ ക്ലാസിക് ബൈക്കിലോട്ടൊക്കെ കോമ്പറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് യമഹ ഈ ഒരു വണ്ടി കൊണ്ടുവരുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു വണ്ടിൻ്റെ അലോയ് വീലിനെ സംസാരിക്കുമ്പോൾ നമുക്ക് നിലവിൽ FZ25 വരുന്ന സെയിം അലോയ് വീല് കാര്യങ്ങൾ തന്നെ ഇതിൽ വരുന്നത്. കൂടാതെ ഡുവൽ ഡിസ്ക് വരുന്നുണ്ട്. നമുക്ക് ടെലസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. അതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു നോട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു എയർ കൂളിംഗ് സിസ്റ്റമാണ് വരുന്നത്. അത് നിങ്ങൾ ആ ഒരു കൂളിങ്ങിൻ്റെ ഫിൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടിയിൽ അതാ വരുന്നത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ യമഹ ഈ ഒരു XSR എന്നൊരു മോഡൽ വരാനുണ്ടെന്നുള്ളൊരു ഡെമോക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എല്ലാവരെയും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതാവും. ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് എന്തായാലും കാണുന്നില്ല, അവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുമെന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഒരു ലിക്വിഡ് കൂളിംഗ് ആയിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മോഡലിലും വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും വന്നാൽ തന്നെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയാലേ നമുക്ക് അതൊക്കെ പറയാൻ കഴിയുള്ളൂ. ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് MT25 പറഞ്ഞ സെഗ്മെൻറ്റ് ഉണ്ട്. ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്, ലിക്വിഡ് കൂളിംഗ് എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് വണ്ടി ഇന്ത്യയിൽ വരാത്ത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വരുമ്പോൾ
ഹൈ പ്രൈസാവും, ഒരുപാട് പ്രൈസാവും ഈ ഒരു മോഡലിന്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വരാത്തത്. നമ്മുടെ ടാക്സും കാര്യങ്ങളും അതുമൊക്കെ പാടെ ഇമ്പോർട്ടിങ് എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ആകുമ്പോൾ ഒരുപാട് പ്രൈസാവും. അതുകൊണ്ട് നമുക്ക് ആ ഒരു വണ്ടി ഇന്ത്യയിൽ സക്സസ്ഫുൾ ആവില്ല എന്നുള്ളൊരു മൈൻഡ് കൊണ്ടാണ് അവർ ഈ ഒരു വണ്ടി കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് യമഹേനോടൊരു കാര്യം പറയാനുണ്ട്. യമഹ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 155 സെഗ്മെൻറ്റിൽ ഇൻ്റർനാഷണൽ ഉള്ള സെയിം മോഡൽ തന്നെ മാക്സിമം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം നിങ്ങളിപ്പോൾ R15 V3 കൊണ്ടുവന്നു, MT കൊണ്ടുവന്നു, രണ്ട് വണ്ടി സക്സസ്ഫുൾ ആയൊരു വണ്ടിയാണ്. എന്നാൽ FZ25 എന്ന് പറഞ്ഞൊരു വണ്ടി, FZ15 ഓക്കെയാണ്, സക്സസ്ഫുൾ ആയൊരു വണ്ടിയാണ്. പക്ഷേ FZ25 എന്ന് പറഞ്ഞ വണ്ടി അത്രത്തോളം സക്സസ്ഫുൾ ആയൊരു വണ്ടിയല്ല. പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇറങ്ങിയ അത്രത്തോളം ലുക്കിലല്ല രണ്ടാമത് ഇറക്കിയത്. ഒരുപാട് ആൾക്ക് ആ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും വീണ്ടും ആ ഒരു FZ25 ആ ഒരു എഞ്ചിനും കാര്യങ്ങളും വെച്ചിട്ട് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു XSRഉം ചിലപ്പോൾ സക്സസ് ആവോ ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു വണ്ടി റൈഡിംഗ് പോസ്റ്ററെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു അപ്രൈഡിലെ റൈഡിംഗ് പോസ്റ്ററാണ്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുഡ് പാക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ മുട്ടിന് താഴെ വരുന്നത്. നോർമലി സ്പോർട്സ് ബൈക്കിനൊക്കെ നമുക്ക് വരാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബാക്കിലോട്ടായിട്ട് നമ്മളെ മുട്ടിന് കുറച്ച് ബാക്കിലോട്ടായിട്ടാവും. എന്നാൽ ഇത് അങ്ങനെയല്ല. കൂടാതെ തന്നെ സിമ്പിളായിട്ടൊരു ഹാൻഡിൽ ബാറാണ്, അത്യാവശ്യം നല്ല ഹൈറ്റായിട്ട് മേലേക്ക് കയറി നിൽക്കുന്ന ഒരു ഹാൻഡിൽ ബാറാണ്. അവിടെ നേരെ അപ്രൈറ്റ് റൈഡിംഗ് പോസ്റ്റർ അടിപൊളിയായിരിക്കും. എന്നാലും നമ്മൾ ഇൻ്റർനാഷണൽ മോഡലായിട്ടുള്ള XSRലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു രീതിയിലുള്ള റൈഡിംഗ് പോസ്റ്റർ അല്ല. കുറച്ചൊരു മിനി സ്പോർട്ടി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റൈഡിംഗ് പോസ്റ്ററൊക്കെ കണ്ടിട്ടില്ല. കുറച്ച് ഫുഡ് ബാക്ക് കാണും. ഹാൻഡിലാണെങ്കിൽ അപ്രൈറ്റ് ആണെങ്കിലും ഒരുപാട് മുകളിലോട്ട് പൊന്തിയിട്ടുള്ള രീതിയിലല്ല. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ അതും നമുക്ക് നേരിട്ട് വന്നാലേ അറിയുള്ളൂ എന്തൊക്കെ ചേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. കൂടാതെ തന്നെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സാണ് നമുക്ക് ഈ ഒരു മോഡലിൽ വരാനെന്ന് നമ്മളെ FZലൊക്കെ കാണുന്ന ആ ഒരു മോഡൽ തന്നെ ആയിരിക്കും. എന്നാൽ അതിന് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത്യാവശ്യം 6 സ്പീഡ് ഗിയർ ബോക്സും നമ്മളെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു എഞ്ചിനും കൊടുത്ത് ഈ ഒരു വണ്ടി നല്ലൊരു ലുക്കിൽ ഇറക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ MT R15 V3 ഒക്കെ പോലെ തന്നെ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും അത് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെ ഈ ഒരു വണ്ടിയിൽ വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഡുവൽ ചാനൽ ABS, സ്ലിപ്പർ ക്ലച്ച് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ യമഹ കൊണ്ടുവരുന്ന നമുക്ക് കരുതാം. കൂടാതെ തന്നെ ഈ ഒരു വണ്ടിക്ക് നമുക്ക് മീറ്റർ കൺസോൾ ആണെങ്കിലും ഒരു ഫുള്ളി LED ആയിട്ടുള്ള ഒരു റെട്രോ ഫീൽഡിൽ വരുന്ന ഒരു മീറ്റർ കൺസോൾ ആയിരിക്കും ഇതിൽ വരുന്നത്. നിലവിൽ നമ്മൾ XSRനൊക്കെ ഇൻ്റർനാഷണൽ വരുന്ന മോഡൽ. പിന്നെ വരുന്നൊരു ചോദ്യം, ഈ ഒരു വണ്ടി എന്ന് വരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 2022 ഈ ഒരു വണ്ടി വരുന്നതാണ് നമ്മൾ കരുതുന്നത്. പിന്നെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് യമഹേൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഈ ഒരു മോഡലുകൾ FZൻ്റെ ബ്ലൂ കോർ എന്ന് പറഞ്ഞ എഞ്ചിനിലാവും വരിക. അപ്പോൾ ആ ഒരു എഞ്ചിനിൽ വരുമ്പോഴുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല മൈലേജ് കിട്ടും. ഇപ്പോൾ നിലവിൽ നമ്മൾ FZ25 തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 35-40 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു 150 വണ്ടിക്കൊക്കെ കിട്ടുന്ന മൈലേജ് ആ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. 250 എഞ്ചിനാണ്. എന്നാൽ അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും, അത്യാവശ്യം നല്ല ടോർക്കിലൊരു മോഡലായിരിക്കും. കൂടാതെ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ടാവും. നല്ല റിഫൈൻഡ് ആയിട്ടൊരു എഞ്ചിനാണ് നമ്മൾ FZൻ്റെ 250 ആണെങ്കിലും 150 ആണെങ്കിലും. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇന്നത്തെ XSR എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇന്ത്യയിൽ വരുന്നുണ്ടെന്നതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ.